ഉടനെ ഞാനും കൂടി ദേ അറവുകാട് അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കൊടി കയറുവാണ്. അപ്പോൾ 10 ദിവസത്തേക്ക് ഉത്സവമാണ് കേട്ടോ. ഇവിടെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് തിരുപിടുത്തമാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും ആണെങ്കിൽ ഒടുക്കത്തെ ക്യൂ ആയിരുന്നേ. ഉച്ച വെയിലത്ത് അടിപൊളി ക്യൂ ആണ്. അപ്പോൾ എല്ലാവരും കുടയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പം കൊടിയൊക്കെ കയറി കഴിഞ്ഞു. കൊടി കയറുന്ന കണ്ടാൽ കൊടി ഇറങ്ങുന്നതും കാണണമെന്നാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കൊടിയൊക്കെ കയറി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ നനച്ചുകൊണ്ടിരിക്കുവാണ്. കാലൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. ഈ തണുപ്പത്ത് നിൽക്കുമ്പോഴത്തേക്കും നല്ലൊരു സുഖമുണ്ട് കേട്ടോ. കുടയുള്ളത് കൊണ്ട് നല്ലൊരു ആശ്വാസം കൂടിയുണ്ട്. അപ്പം അല്ലുവും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അല്ലു ആണെങ്കിൽ ചന്ദനം എടുത്തുകൊണ്ട് വായോ എന്ന് പറഞ്ഞു വിട്ടാണ്. അപ്പോൾ ആർക്കൂട്ടും കൂടെ പുറകെ ഓടി. ഞാനവിടെ തൊഴാൻ നേരം രണ്ടുപേരും കൂടെ ഓടിക്കൊണ്ടുവന്ന് നിറയെ ചന്ദനം എൻ്റെ കൈ കൊണ്ട് തന്നു കേട്ടോ. എവിടെ പരിപാടി അവതരിപ്പിച്ചതൊക്കെ തന്നെ അവസ്ഥ. അപ്പോൾ ആർക്കൂട്ടിനാണെങ്കിൽ അവിടെ ഇങ്ങനെ വായി നോക്കി നിൽക്കുവാണ്. അവിടെ ശിവേൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ അമ്പലത്തിൽ ജസ്റ്റ് നടയിൽ പോയി തൊഴുതതിന് ശേഷം ക്യൂ നിൽക്കുവാൻ പോവുകയാണ്. അവിടെ ആണെങ്കിൽ പറ വഴിപാട് നടത്തിയതിന് ശേഷം അതൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. നല്ലൊരു വൈബാണല്ലേ അമ്പലത്തിൽ പോയി സദ്യ കഴിക്കുന്നതൊക്കെ. നോക്കി ഉച്ച വെയിലത്ത് ക്യൂ നിൽക്കുന്നതുണ്ടോ. പക്ഷേ അമ്പലത്തിലെ സദ്യ, അമ്പലത്തിലെ ഊണെന്നൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്രയും വരില്ല കേട്ടോ അമ്പലത്തിൽ പോയി കഴിക്കുന്നത്. പിന്നെ എന്നെ ചിലർ കളിയാക്കാറും ഉണ്ട് കേട്ടോ. എവിടെ ചോറുണ്ടെങ്കിലും ഇവളോട് ചോദിച്ചാൽ മതി. ജയലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളും അവിടുത്തെ അമ്മയോ എല്ലാം കൂടെയാണ് കേട്ടോ വന്നത്. ഇത് പ്രാവിൻ്റെ കൂടാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്താറായി. കുറച്ച് ക്യൂ കൂടെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തും. ഈ അണ്ടാവിലാണ് കേട്ടോ ചോറൊക്കെ വെക്കുന്നത്. ഒരുപാട് പേർക്കുള്ള ചോറ് തന്നെ വെച്ചിട്ടുണ്ട്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പം ഇഷ്ടം പോലെ ചോറ് അവിടെ ഉണ്ട് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. ആ ചേച്ചിമാരാണ് കേട്ടോ ചോറൊക്കെ വിളമ്പുന്നത്. അടിപൊളി നല്ല പായസത്തിൻ്റെ സ്മെല്ലും അവിയലിൻ്റെ സ്മെല്ലും ഒക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഞങ്ങളങ്ങനെ ചോറൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ സ്ഥലം കണ്ടുപിടിക്കണം ഇരിക്കാൻ വേണ്ടി. ഇത് അറവുകാട് സ്കൂളാണ്. അപ്പം അറവുകാട് സ്കൂളിൽ നിന്ന് മൊത്തവും കുളമായിരിക്കുകയാണ് കേട്ടോ. സദ്യ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കളവാണ്. കുറേ പേര് അവിടെ ഇരുന്ന് വാചകമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ അമ്മമാരൊക്കെ. ഞങ്ങളിത് ചോറൊക്കെ കഴിച്ചിട്ട് പാത്രമെല്ലാം പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോയപ്പോൾ ആരുക്കുട്ടൻ്റെ അവിടെ കളിക്കണമെന്ന് രണ്ടുപേരും കൂടെ അങ്ങനെ കളിക്കുവാണ്. ഇടയ്ക്ക് അവൻ താഴെ വീഴുകയും ചെയ്തു കേട്ടോ. അവൻ പറയാം ആരോ തള്ളി കിട്ടുമെന്നും പറയുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ മൈൻഡാക്കിയില്ല. നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ നേരം നല്ല വെയിലാണല്ലോ. അപ്പം പാട്ട് സാറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാറിൻ്റെ കാറിലാണ് ഞാൻ ആരുക്കൊണ്ടും കൂടെ ഇന്ന് വന്നത്. അങ്ങനെ ഗൈസ് നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അങ്ങനെ വീട്ടിലോട്ട് പോകാൻ പോയപ്പോഴത്തേക്കുണ്ടല്ലോ ആരുക്കുട്ടനാണെങ്കിൽ കളിപ്പാട്ടം വേണം. അപ്പം നമ്മുടെ അല്ലു കളിപ്പാട്ടം വാങ്ങിക്കുന്ന കണ്ടപ്പോൾ ആരുക്കുട്ടനും കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞു വഴക്കായിരുന്നു. അങ്ങനെ കളിപ്പാട്ടത്തിൽ നിന്ന് അവന് ഈ സ്റ്റിക്കറാണ് കേട്ടോ വാങ്ങിച്ചത്. ഈ സ്റ്റിക്കർ അവനില്ലായിരുന്നു. എവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരും കേട്ടോ ഈ സാധനങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ. ഓക്കെ.